അങ്ങനെ അമാവാസി ദിവസമെത്തി. പക്ഷികൾ പേടിച്ചൊരുമിച്ചുകൂടി. ഇനി എന്താ ചെയ്യുക? മൂങ്ങമുത്തശ്ശി എത്തും. എനിക്ക് പേടിയാവുന്നു. തത്തമ്മ കരയാൻ തുടങ്ങി. എനിക്ക് പേടിച്ചിട്ട് വിറച്ചിട്ട് വയ്യ. മയിലമ്മയും പറഞ്ഞു. എന്ത് ചെയ്യാനാ? അനുഭവിക്കാൻ തന്നെ. അവളെ നമ്മൾ ഒരുപാട് ഉപദ്രവിച്ചു. അരയന്നവും പറഞ്ഞു. പെട്ടെന്ന് ഒരു വലിയ ഇടിമുഴക്കം കേട്ടു. ശക്തമായ മിന്നലും വന്നു. അയ്യോ, മൂങ്ങമുത്തശ്ശി വരുന്നുണ്ടെന്ന് തോന്നണേ. തത്തമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പോൾ തന്നെ മന്ത്രവാദിനിയായ മൂങ്ങമുത്തശ്ശി പക്ഷികൾ ഇരിക്കുന്നിടത്തേക്ക് പറന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, ആടിന്റെ മാനം കളയുന്ന കാട്ടുസന്തതികളെ, നിങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ നടപ്പാക്കുകയാണ്. ഈ കാട് ഞാൻ തീയിട്ട് നശിപ്പിക്കും. ആ തീ നിങ്ങളുടെ തൂവലുകൾ കരിഞ്ഞു കത്തിപ്പോകും. ഇവിടുള്ള എല്ലാ ഫലവൃക്ഷങ്ങളും കത്തി നശിക്കും. തൂവലുകളില്ലാത്ത ശരീരവുമായി നിങ്ങൾ വിശന്ന് വലഞ്ഞ് ഈ കാട് മുഴുവൻ അലഞ്ഞു നടക്കും. ആരും രക്ഷപ്പെടാൻ നോക്കണ്ട. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മൂങ്ങമുത്തശ്ശി മാനത്തേക്ക് നോക്കി മന്ത്രം ചൊല്ലി. അപ്പോഴേക്കും വലിയൊരു മിന്നൽ വന്നു. പക്ഷികൾ ഇരിക്കുന്നതിന് ചുറ്റും ആ മരങ്ങളിലൊക്കെ തീ വന്നു വീണു. ആ തീ പടർന്ന് കത്തുവാൻ തുടങ്ങി. പക്ഷികൾ ഉച്ചത്തിൽ കരഞ്ഞു. ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ മൂങ്ങമുത്തശ്ശി, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ. ക്ഷമിക്കണേ മുത്തശ്ശി, ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി. ഇനി ആരെയും ഞങ്ങൾ മാറ്റി നിർത്തില്ല, ഉപദ്രവിക്കുകയുമില്ല. രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. അവരുടെ കരച്ചിൽ കേട്ട പഞ്ചമിക്കാക്ക വേഗത്തിൽ പറന്നെത്തി. അവിടുത്തെ കാഴ്ച കണ്ട് പഞ്ചമി പേടിച്ചു വിറച്ചു. അവൾ മൂങ്ങമുത്തശ്ശിയോട് കരഞ്ഞു പറഞ്ഞു. മുത്തശ്ശി, ഒന്നും ചെയ്യല്ലേ മുത്തശ്ശി, അവരെ ഒന്നും ചെയ്യല്ലേ. അവർ പാവങ്ങളല്ലേ. പഞ്ചമി, പഞ്ചമി, ഞങ്ങളോട് ക്ഷമിക്കേ. പഞ്ചമി, മുത്തശ്ശിയോട് പറഞ്ഞ് ഞങ്ങളെ രക്ഷിക്കും പഞ്ചമി. പക്ഷികളുടെ കരച്ചിൽ കേട്ട് പഞ്ചമി മുത്തശ്ശിയോട് വീണ്ടും യാചിച്ചു. മുത്തശ്ശി, അവരോട് ക്ഷമിക്കും മുത്തശ്ശി. ഇനി അവർ ഒരു തെറ്റും ചെയ്യില്ല മുത്തശ്ശി. പഞ്ചമിയുടെയും പക്ഷികളുടെയും കരച്ചിൽ കേട്ട് മൂങ്ങമുത്തശ്ശിക്ക് അവരോട് ദയ തോന്നി. മുത്തശ്ശി വേഗം മാനത്തേക്ക് നോക്കി. എന്നിട്ട് മന്ത്രം ചൊല്ലി. പെട്ടെന്ന് നല്ലൊരു ഇടിമുഴക്കത്തോടെ വലിയൊരു മഴ പെയ്തു. ആ മഴയിൽ അവിടത്തെ തീ മുഴുവനും പെട്ടെന്ന് തന്നെ അണഞ്ഞുപോയി. പക്ഷികൾക്കൊക്കെ ആശ്വാസമായി. പഞ്ചമി അവിടെ നിന്നും പറന്ന് ദൂരെ എത്തി. അപ്പോൾ ഒരിടത്ത് കുറേ അധികം വാഴവിത്തുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. പഞ്ചമി വേഗം ചെന്ന് അതിൽ നിന്ന് ഒരെണ്ണം കൊത്തിയെടുത്തു. എന്നിട്ട് മണ്ണിലൊരു കുഴി കുഴിച്ചു. പുഴയിൽ നിന്ന് വെള്ളമെടുത്തൊഴിച്ചു. ദേ അത്ഭുതം തന്നെ! പിറ്റേ ദിവസം തന്നെ വാഴവിത്ത് മുളച്ചു. പിന്നെ ഇല വന്നു. വാഴ വലുതായി വലുതായി പിന്നെ വലിയൊരു കുലയും വന്നു. വാഴപ്പഴമുണ്ടായി. 3-ാം ദിവസം ആ കുലയങ്ങ് പഴുത്തു തുടുത്തു. പഞ്ചമി അത്ഭുതപ്പെട്ടു. ഹായ്, പഴുത്ത വാഴപ്പഴം. ഇത് കണ്ട് പക്ഷികളൊക്കെ കൊതിയോടെ പറന്നു വന്നു. അവർ വാഴക്കുലയ്ക്ക് ചുറ്റും നിന്നു. മൂങ്ങമുത്തശ്ശി പറഞ്ഞു, കാക്കമ്മയെ കണ്ട് പഠിക്ക്. ദ്രോഹിക്കുന്നവർക്ക് പോലും നന്മ ചെയ്യുന്നവളായതുകൊണ്ടാണ് അവൾക്ക് 3 ദിവസം കൊണ്ട് കുല വരുന്നു ഈ മാന്ത്രിക വിത്ത് കിട്ടിയത്. ചെല്ല്, എല്ലാവരും ചെല്ല്, ചെന്ന് വയറ് നിറച്ച് പഴമെടുത്ത് കഴിക്കാൻ. വാ കൂട്ടുകാരി, നിങ്ങൾ കൊതി തീരെ കഴിച്ചോ. ഈ പഴം മുഴുവനും നിങ്ങൾക്കുള്ളതാ. പഞ്ചമിയും പറഞ്ഞു. പക്ഷികൾ
സന്തോഷത്തോടെ വാഴപ്പഴം മുഴുവനും കഴിച്ചു തീർത്തു. അങ്ങനെ അവർ പിന്നീട് ആ കാട്ടിൽ സന്തോഷമായി ജീവിക്കാൻ തുടങ്ങി. അപ്പോഴല്ലേ നീലിമല കാട്ടിലേക്ക് കുസൃതിക്കാരനായ ഒരു പുതിയ അതിഥി എത്തിയത്. അതാരാണെന്ന് കൂട്ടുകാർക്ക് അറിയണ്ടേ? അടുത്ത എപ്പിസോഡിൽ കാണാൻ കേട്ടോ. കൂട്ടുകാരെ, നാം ആരെയും കളിയാക്കരുത്, ഒറ്റപ്പെടുത്തുകയും ചെയ്യരുത് കേട്ടോ. നമ്മെ ദ്രോഹിച്ചവരോട് നാം ക്ഷമിക്കണം, അവർക്ക് നന്മ ചെയ്യുകയും ചെയ്യണം. അപ്പോഴാണ് നമ്മിലേക്ക് ദൈവത്തിന്റെ ചൈതന്യം ഇറങ്ങി വരുന്നത് കേട്ടോ. Hello friends, if you like our videos, please subscribe to our channel.